Hello, welcome back to my channel Alpina Anesthetic Lifestyle. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. LBSന്റെ പുതുതായിട്ട് അപ്രൂവ് ചെയ്യുന്ന കോളേജസ് ഓപ്ഷൻസ് ആയിട്ട് പുതുതായിട്ട് വരുന്നതായിരിക്കും. ആ സമയത്ത് പലർക്കും ഉള്ള ഡൗട്ടാണ് പുതിയ കോളേജസ് ഇനിയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. LBS ഇനി അപ്രൂവ് ചെയ്യുന്ന കോളേജസ് നിങ്ങളുടെ ഓപ്ഷൻസിലേക്ക് ആഡ് ആകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ 20ാമത്തെ കോളേജിലാണ് നിങ്ങൾക്ക് പുതുതായിട്ട് വന്ന ഒരു കോളേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയ കോളേജിന്റെ ആ ബോക്സിന്റെ അവിടെ നിങ്ങൾ 20 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ 20 ആയിട്ട് നിങ്ങൾ ഓൾറെഡി കൊടുത്തു വെച്ചിരിക്കുന്ന കോളേജ് 21 മാറുന്നതായിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല കുട്ടികളും ചോദിച്ചതാണ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷമാണ് ഇനി കോളേജ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പുതിയ കോളേജസ് വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ കോളേജസ് മാത്രമായിരിക്കും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളേജസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ആഡ് ചെയ്യാത്ത കോളേജസും ഉണ്ട്. ഈ ആഡ് ചെയ്യാത്ത കോളേജസിനെ പിന്നെയും ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുതിയ കോളേജസ് LBS അപ്രൂവ് ചെയ്ത് വരുന്ന കോളേജസിനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതോടൊപ്പം പല കുട്ടികളും ചോദിച്ച ഒരു കാര്യമാണ്, ഇപ്പോൾ BSc നഴ്സിംഗിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പാരാമെഡിക്കലിൻ്റെത് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഈ BSc നഴ്സിംഗിന് ഓപ്ഷൻ വെക്കാത്ത കുട്ടികളെ പാരാമെഡിക്കലിൽ പരിഗണിക്കുകയില്ലയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പരിഗണിക്കും. നിങ്ങൾ പാരാമെഡിക്കലിന്റെ സമയമാകുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ചാൽ മതി, നഴ്സിംഗിന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. BSc നഴ്സിംഗിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയാലും BSc പാരാമെഡിക്കലിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയാലും നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി കോളേജസ് വേണം നിങ്ങൾ ആദ്യം വെക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പല കോളേജസിന്റെയും ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങളും അവിടുത്തെ പഠന രീതികളും ഒക്കെ സ്വയം മനസ്സിലാക്കുക. ഡയറക്റ്റ് ചെന്ന് അന്വേഷിക്കുകയോ അവിടെ മുന്നേ പഠിച്ച കുട്ടികളുമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഏത് കോളേജസിലായാലും നിങ്ങൾ ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.